സൗത്ത് ആഫ്രിക്ക ശരിക്കും നാണം കെട്ടു. ഇന്ത്യക്കെതിരെ പരമ്പര നേടാമെന്നായിരുന്നു അവർ കരുതിയത്. കളി സൗത്ത് ആഫ്രിക്കയിൽ വെച്ചിട്ടാണ് നടക്കുന്നത്. എന്നിട്ടും അവർക്ക് പരമ്പര നേടാൻ സാധിച്ചില്ല. സഞ്ജു സാംസൺ പരമ്പര കൊടുത്തില്ലെന്ന് തന്നെ പറയേണ്ടിയിരിക്കുന്നു. ഇന്നത്തേത് ഒരു ഫൈനൽ പോരാട്ടമായിരുന്നു. സഞ്ജു ഒറ്റയ്ക്ക് നിന്ന് ഇന്ത്യൻ ടീമിനെ ജയിപ്പിച്ചു. സെഞ്ചുറി പ്രകടനമാണ് സഞ്ജു ഇന്ന് പുറത്തെടുത്തത്. ഇന്നത്തെ ഇന്ത്യയുടെ വിജയം കണ്ട് പാകിസ്ഥാൻ ഇതിഹാസങ്ങൾ പറഞ്ഞ കാര്യമാണ് നമ്മൾ ഇന്നത്തെ വീഡിയോയിൽ നോക്കുന്നത്. ഇത്തരം ക്രിക്കറ്റ് ന്യൂസിന് വേണ്ടി ഈ ചാനൽ മറക്കാതെ സബ്സ്ക്രൈബ് ചെയ്യൂ. സഞ്ജുവിൻ്റെ ബാറ്റിംഗ് ഇന്ന് അവിശ്വസനീയമായിരുന്നു. സഞ്ജു അവസരം ശരിക്ക് മുതലാക്കി. ഇന്നത്തെ ഇന്ത്യയുടെ വിജയം കണ്ട് പാകിസ്ഥാൻ ഇതിഹാസങ്ങൾ പറഞ്ഞത് ഇങ്ങനെയായിരുന്നു: ഇന്ത്യ മികച്ചൊരു ടീമാണ്. മെയിൻ ടീമിനേക്കാൾ ബി ടീം ഡേഞ്ചറസ് ആണ്. പ്രത്യേകിച്ച് സഞ്ജു സാംസൺ. അവൻ്റെ ബാറ്റിംഗ് ഞങ്ങൾക്ക് ശരിക്കും ഇഷ്ടമായി. സഞ്ജുവിനെ പോലെ ഒരു താരത്തെയാണ് പാകിസ്ഥാൻ ടീമിന് ആവശ്യം. സഞ്ജുവിൻ്റെ കളി കണ്ട് പാകിസ്ഥാൻ ടീം പഠിക്കട്ടെ. എത്ര മനോഹരമായിട്ടാണ് സഞ്ജു സമ്മർദ്ദഘട്ടങ്ങളെ അതിജീവിക്കുന്നത്. ഒറ്റയ്ക്ക് നിന്ന് ടീമിനെ മുന്നോട്ട് നയിക്കുന്നത് ചെറിയൊരു കാര്യമല്ല. സഞ്ജുവിനെ പോലുള്ള യുവതാരങ്ങൾ അത് ശരിക്കും ശ്രദ്ധിച്ചിട്ടുണ്ട്. അതുകൊണ്ടാണ് സഞ്ജു ഇങ്ങനെ കളിക്കുന്നത്. സഞ്ജുവിന് ഇന്ത്യൻ ടീം അവസരങ്ങൾ കൊടുക്കുന്നില്ല. അതുകൊണ്ടാണ് റെക്കോർഡ് പ്രകടനങ്ങൾ അവൻ പുറത്തെടുക്കാത്തത്. അവന് നല്ലൊരു ടാലൻ്റ് ഉണ്ട്. അത് ഇന്ത്യൻ ടീം മനസ്സിലാക്കണം. കുറച്ചും കൂടി നല്ല അവസരങ്ങൾ കൊടുക്കൂ. അവൻ ശരിക്കും റെക്കോർഡുകൾ സൃഷ്ടിക്കും. സൗത്ത് ആഫ്രിക്കൻ മണ്ണിൽ ഏകദിന പരമ്പര ഇന്ത്യ നേടി. അതൊരു ചരിത്ര നേട്ടമാണ്. കളി ജയിച്ച ഇന്ത്യക്ക് അഭിനന്ദനങ്ങൾ അർപ്പിക്കുന്നുവെന്ന് പാകിസ്ഥാൻ ഇതിഹാസങ്ങൾ വ്യക്തമാക്കി. ഇന്ത്യൻ ആരാധകർ ആവേശത്തിലാണ്. ഇന്ത്യ അങ്ങനെ പരമ്പര സ്വന്തമാക്കി. ഇനി അടുത്തത് ടെസ്റ്റ് സീരീസാണ്. ഇന്നത്തെ മത്സരത്തിൽ എടുത്തു പറയേണ്ടത് സഞ്ജുവിൻ്റെ പ്രകടനമാണ്. ഇന്ത്യൻ ടീം മൊത്തത്തിൽ 296 റൺസാണ് എടുത്തിട്ടുണ്ടായിരുന്നത്. അതിലെ 108 റൺസും സഞ്ജു എടുത്തതാണ്. സഞ്ജു തന്നെയാണ് ഇന്ത്യൻ ടീമിനെ ജയിപ്പിച്ചത്. സൗത്ത് ആഫ്രിക്ക ഈസിയായിട്ട് പരമ്പര നേടാമെന്നായിരുന്നു ഇന്ന് കരുതിയത്. എന്നാൽ സഞ്ജു കളി വിട്ടുകൊടുത്തില്ല. അപ്പോൾ ഇന്നത്തെ സഞ്ജുവിൻ്റെ കളിയെ പറ്റി നിങ്ങളുടെ അഭിപ്രായങ്ങൾ താഴെ കമൻറ്റ് ചെയ്യൂ. ഇത്തരം ക്രിക്കറ്റ് ന്യൂസിന് വേണ്ടി ചാനൽ മറക്കാതെ സബ്സ്ക്രൈബ് ചെയ്യൂ.